ഹലോ എവ്രിവൺ, ഇന്ന് നല്ലൊരു മട്ടൻ ഗ്രേവിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ മട്ടൻ വൃത്തിയായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ കശകശ, ഒരു സിനമൺ സ്റ്റിക്ക്, 3 ക്ലോവ്സും ഒരു കാടമം ഇട്ട് കൊടുത്തു. പിന്നെ 8 വെളുത്തുള്ളി അല്ലിയും ഒരു പീസ് ഇഞ്ചിയും ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1 ടീസ്പൂൺ നമ്മുടെ ഹോൾ പെപ്പർ, പിന്നെ 1 ടീസ്പൂൺ ക്യുമിൻ സീഡ്സും 1 ടീസ്പൂൺ നമ്മുടെ പെരുംജീരകവും. ഇതെല്ലാം നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. ചുവക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കരിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അപ്പോൾ അതൊന്ന് കൂളായ ശേഷം നമുക്ക് ഗ്രൈൻഡ് ചെയ്യണം. ഇപ്പോൾ കുക്കറിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഒരു സവാളയും ഒരു 20 ചെറിയ ഉള്ളിയുമാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ ചെറിയ ഉള്ളി ആഡ് ചെയ്യുന്നത് കൊണ്ട് നല്ല ടേസ്റ്റുമായിരിക്കും. അപ്പോൾ സവാളയ്ക്ക് ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, സവാളയും ചെറിയ ഉള്ളിയൊക്കെ. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കണം. മീഡിയം സൈസ് തക്കാളിയാണ്. ഇപ്പോൾ തക്കാളിയും ഒക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോഴത്തേനും നമ്മൾ ഫ്രൈ ചെയ്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ അരപ്പങ്ങട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഓൾറെഡി നമ്മൾ വഴറ്റിയതാണ്. ഇപ്പോൾ വീണ്ടും ഒന്നും കൂടെ വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡറും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എരിവ് നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട്. ഞാനിവിടെ 1 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പെപ്പറും ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കാരണം. ഇനി എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ പൊടിയുടെ പച്ചമണയ്ക്ക് ഒന്ന് മാറി കിട്ടുന്നത് വരെ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് തേങ്ങാക്കൊത്ത് നേരത്തെ ആഡ് ചെയ്യണമായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അതും വീണ്ടും നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് മട്ടൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 3 to 4 മിനിറ്റ്സ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ മസാലയൊക്കെ ഈ മട്ടനിലേക്ക് പിടിക്കണം. അപ്പോൾ അത് കാരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 4 മിനിറ്റെങ്കിലും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം, ആ മിക്സി പാത്രത്തിലെ വെള്ളം തന്നെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഉപ്പും ചേർക്കണം. എന്നിട്ട് നമുക്ക് ഇതൊരു 5 വിസിൽസ് വരുന്നവരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഞാൻ 5 വിസിൽസാണ് വെച്ചത്. പിന്നെ മട്ടൻ്റെ ഓരോ മട്ടൻ കിട്ടുന്നതിൻ്റെ അനുസരിച്ചും ഇരിക്കും നമ്മുടെ പ്രഷർ കുക്കറിൻ്റെയും. അപ്പോൾ ഞാൻ 5 വിസിൽസ് വെച്ചു. ഇപ്പോൾ പ്രഷറൊക്കെ പോയ ശേഷം തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ മട്ടൻ അസലായിട്ട് വെന്തും വന്നിട്ടുണ്ട്. കറിയും റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചു. ഒന്നും കൂടെ കുറച്ച് കരിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു കറിയാണ്. അപ്പോൾ നല്ല ഗ്രേവിയും ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.